കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ നിർണായക പങ്ക് വഹിക്കാൻ പോകുന്നത് ആരെന്നറിയാവോ? അവിടുത്തെ വിമതന്മാരാ. കാരണം കൊച്ചി കോർപ്പറേഷനിൽ മാത്രം 15 വിമതന്മാർ മത്സരിക്കാൻ പോവുകയാണ്. UDF-നെതിരെ 9 വിമതരുണ്ട്. ഇടതുമുന്നണിക്കും NDAയ്ക്കും എതിരെ 3 വീതം വിമതന്മാരും കളത്തിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് സഹിൻ ആന്റണിയോട് ചോദിക്കാം എങ്ങനെയാണെന്ന്. കൊച്ചിയിൽ നിന്ന് സഹിൻ നമുക്കിപ്പം തത്സമയം ചേർന്നുണ്ട്. സഹിനെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വിമതന്മാർ വിധി നിർണ്ണയിക്കുമോ കൊച്ചിയിൽ? ഗുഡ് മോർണിംഗ്. സേതു, തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കൊച്ചി നഗരസഭയുടെ ഭരണം പിടിച്ചുയർത്തിയത് വിമതരായി മത്സരിച്ച സ്വതന്ത്രരായി ജയിച്ച വ്യക്തികളായിരുന്നു. 4 പേര് അന്ന് ഭരണത്തിന് നിർണായക പങ്കുവഹിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് ഇത്തവണയും അങ്ങനെ തന്നെ ആകുമോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 15 പേരാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും വലിയ പാര വന്നിരിക്കുന്നത് UDF-നാണ്. UDF-ന് സാധാരണ UDF-ന്റെ ഭരണം തട്ടിക്കളയുന്നത് പലപ്പോഴും വിമതന്മാർ തന്നെയായിരിക്കും. കഴിഞ്ഞ തവണയും അത് തന്നെയാണ് സംഭവിച്ചത്. ഇത്തവണ 9 പേരാണ് വിമതന്മാരായി UDF-ന് കളത്തിലുള്ളത്. അതിൽ തന്നെ മുൻ ഡെപ്യൂട്ടി മേയറുണ്ട്. ഇത്തവണ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ഒരു വനിതയുണ്ട്. കൂടാതെ അവരുടെ വലിയ രീതിയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിരുന്ന അവരുടെ മുൻ കൗൺസിലർ ബാസ്റ്റിൻ ബാബു അടക്കമുള്ള ആളുകൾ ഇത്തവണ കളത്തിലുണ്ട് എന്നുള്ളതാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഇടതുമുന്നണിക്കും വലിയ വെല്ലുവിളികൾ ഇത്തവണ ഉണ്ട്. അവരുടെ കഴിഞ്ഞ ഭരണകാലത്ത് അവരെ പിടിച്ചു നിർത്തിയിരുന്ന സനൽ മോൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്നു. കൂടാതെ മുൻ ഡെപ്യൂട്ടി മേയർ മത്സരത്തിന് ഇറങ്ങുന്നു. അങ്ങനെ ഇടതുമുന്നണിക്കും വലിയ വെല്ലുവിളിയാണ്. BJPക്കും അത്തരത്തിൽ തന്നെയാണ്. ശ്യാമള എസ് പ്രഭു അടക്കമുള്ള ആളുകൾ അറിയാം 6 തവണ NDAയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച BJPയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്യാമള എസ് പ്രഭു അടക്കമുള്ള ആളുകൾ ഇത്തവണ വിമതരായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. അതായത് 3 പേർക്കും തുല്യമായ പാരകൾ രംഗത്ത് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ തുല്യമായ ശക്തികൾ മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഭരണം വരുമ്പോൾ ഇത്തവണ വിമതന്മാർ കൊച്ചി കോർപ്പറേഷനിൽ നിയന്ത്രിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. 76 ഡിവിഷനിലേക്കാണ് മത്സരം നടക്കുന്നത്. അവിടെയൊക്കെ ഈ മത്സരത്തിന് വരുമ്പോൾ ഈ ആളുകൾ എങ്ങനെയായിരിക്കും ഇത്തവണ ഇതിന്റെ ഭരണത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. സേതു.